ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ കഴിഞ്ഞ CSEB എക്സാംസിന് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കോർപ്പറേഷൻ പാർട്ടിലെ കുറച്ച് PYQs ആണ്. തീർച്ചയായിട്ടും PYQ അനലൈസ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ എക്സാമിന് വിജയം നേടാനുള്ള ഒരു ഈസിയസ്റ്റ് വേ ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കോർപ്പറേഷൻ പാർട്ട് എന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the state government organization that focus on cooperative education and training. ഓപ്ഷൻസ് ഉള്ളത് ICM, കോപ്പറേറ്റീവ് യൂണിയൻ, വാംനികോം, ക്രാഫിക്കാർഡ്. ക്രാഫിക്കാർഡ് നമുക്കറിയാം നബാർഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്മിറ്റിയുടെ പേരാണ് ക്രാഫിക്കാർഡ് എന്നുള്ളത്. ഇതിൽ ആൻസർ വരുന്നത് കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. നമുക്ക് കോപ്പറേറ്റീവ് യൂണിയൻ നമുക്കറിയാം സ്റ്റേറ്റ് ലെവലാണെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഉണ്ട്. നാഷണൽ ലെവലിലാണെങ്കിൽ എന്താണ് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഉണ്ട്. നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്നത് നമുക്കറിയാം 1929 ഇവിടെ സ്റ്റേറ്റ് ലെവലാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിതിൻ്റെ അപ്പെക്സ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് യൂണിയൻ NCUI എന്ന് പറയുന്നത്. 1929 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഏത് ആക്ട് പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തത്? മൾട്ടി യൂണിറ്റ് ആക്ട് പ്രകാരമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. മൾട്ടി യൂണിറ്റ് ആക്ട് പ്രകാരമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഈ NCUI അറിയപ്പെടുന്നത് ഹയസ്റ്റ് നോൺ ഒഫീഷ്യൽ ബോഡി ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങിനും ഉള്ള ഹയസ്റ്റ് നോൺ ഒഫീഷ്യൽ ബോഡിയാണ് NCUI എന്ന് പറയുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. അത് ന്യൂഡൽഹിയിൽ ആഗസ്റ്റ് ക്രാന്തി മാർഗ് എന്നാണ് ആ ഓഫീസ് അറിയപ്പെടുന്നത്. അപ്പോൾ അതാണ് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ലെവലിൽ വരികയാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഉണ്ട്. നമുക്കറിയാം നമ്മളുടെ JDC HDC കോഴ്സുകളൊക്കെ ഓഫർ ചെയ്യുന്നത് സംസ്ഥാന സഹകരണ യൂണിയനാണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർഗനൈസേഷൻ ദാറ്റ് ഫോക്കസ് ഓൺ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് ചോദിച്ചാൽ കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. നെക്സ്റ്റ്, ദ കമ്മിറ്റി ദാറ്റ് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് നബാർഡ് ഇൻ 1982. 1982 നബാർഡിൻ്റെ ഫോർമേഷന് കാരണമായിട്ടുള്ള കമ്മിറ്റി ഏതാണെന്നാണ്. നബാർഡിൻ്റെ ഫോർമേഷന് കാരണമായിട്ടുള്ള കമ്മിറ്റി എന്ന് പറയുന്നത് ക്രാഫിക്കാർഡ് കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് B. ശിവരാമനാണ്. അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റി അറിയപ്പെടുന്നത് B. ശിവരാമൻ കമ്മിറ്റി എന്നുള്ള പേരിലാണ്. നബാർഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം നമ്മളുടെ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ബാങ്കാണ് നബാർഡ്. നബാർഡിൻ്റെ ജൂലൈ 1982 നബാർഡ് ഫോം ചെയ്തിട്ടുള്ളത്. അതിന് കാരണമായിട്ടുള്ള കമ്മിറ്റി എന്ന് പറയുന്നത് ക്രാഫിക്കാർഡ് കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ ചെയർമാനാണ് ഡോക്ടർ ശിവരാമൻ. അപ്പോൾ ആൻസർ വരുന്നത് ഡോക്ടർ ശിവരാമൻ. നെക്സ്റ്റ്, ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് PCARDB ഈസ് ടു പ്രൊവൈഡ് ഡാഷ് ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്. നമുക്കറിയാം ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിൽ വരുന്ന അപ്പെക്സ് ബാങ്കാണ് KS കാർഡ് ബാങ്ക്. അതിൻ്റെ താഴെയുള്ള പ്രൈമറി ലെവലിൽ വരുന്ന ബാങ്കാണ് PCARDB. ഈ PCARDB വരുന്നത് താലൂക്ക് ലെവലിലാണ്. താലൂക്ക് ലെവലിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ് PCARDB എന്ന് പറയുന്നത്. PCARDBനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ ഏതാണ്? ഡെഫിനിഷൻസിൽ സെക്ഷൻ 2OC ആണ് PCARDBനെ കുറിച്ച് പറയുന്നത്. അപ്പം ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിൽ വരുന്ന ബാങ്കാണ് PCARDB എന്ന് പറയുന്നത്. സെക്ഷൻ 2OC ആണ് PCARDBനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ PCARDBയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് PCARDBയുടെ വാല്യുവേഷൻ ഓഫീസറുടെ റാങ്ക് എന്താണെന്നുള്ളത്. അസിസ്റ്റന്റ് AR റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് PCARDBയിലെ വാല്യുവേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. DV ഫയലൊക്കെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ PCARDBയിലെ വാല്യുവേഷൻ ഓഫീസറുടെ റാങ്ക് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഇൻ വിച്ച് ഇയർ വാസ് ICA എസ്റ്റാബ്ലിഷ്ഡ്? ICA എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ ഏതാണെന്നാണ്. ICA എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് എന്ന് പറയുന്നത് സഹകരണ മേഖലയിൽ പരീക്ഷകൾക്കൊക്കെ എപ്പോഴും വരുന്ന ഒരു ഏരിയ ആണ്. 1895
1895 ICA ഫോം ചെയ്തത്. ഡേറ്റ് പറയുകയാണെങ്കിൽ 19 ഓഗസ്റ്റ് 1895 ബ്രസൽസിലാണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബെൽജിയത്തിലെ ബ്രസൽസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ ICA ഫോം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? ലണ്ടനിലായിരുന്നു. അതായത് 1895 മുതൽ ലണ്ടനിലായിരുന്നു. പിന്നീട് എന്താണ്? 1982 ജനീവയിലേക്ക് മാറ്റി. പിന്നീട് 2013 മുതലാണ് ബ്രസൽസിൽ. അപ്പോൾ ICA എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ്. 1895 ICA ഫോം ചെയ്തിട്ടുള്ളത്. ലണ്ടനിലാണ് അത് ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നീട് 1982 ജനീവയിലേക്കും 2013 ബ്രസൽസിലേക്കും അത് ഷിഫ്റ്റ് ചെയ്തു. നെക്സ്റ്റ്, ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഇൻ ഇന്ത്യ വാസ് ഓർഗനൈസ്ഡ് ഇൻ ദ ഇയർ. അതായത് ഇന്ത്യയിൽ ഫസ്റ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഓർഗനൈസ് ചെയ്തത് എവിടെയാണെന്നാണ്? 1909 ബാംഗ്ലൂരിലാണ്. ഈ ഹൗസിംഗ് സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. NHB പോലുള്ള. NHB എന്ന് പറഞ്ഞാൽ എന്താ? നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആണ്. 9 ജൂലൈ 1988 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഹൗസിംഗ് ഫിനാൻസ്, ഹൗസിംഗ് സെക്ടറിൽ ആവശ്യമായിട്ടുള്ള ഫിനാൻസ് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഈ NHBയുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. NHB എന്ന് പറയുന്നത് ഹോളി ഓൺഡ് ബൈ ഗവൺമെൻറ്റിൻ്റെ ഒരു ഹോളി ഓൺഡ് സ്ഥാപനമാണ്. പൂർണ്ണമായും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണ് ഈ NHB എന്ന് പറയുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. അതാണ് NHB ആയിട്ട് ബന്ധപ്പെട്ടത്. പിന്നെ നമുക്കറിയാം ഹുഡ്കോ ഉണ്ട്. ഹുഡ്കോ എന്ന് പറയുന്നത് ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ്. ഹുഡ്കോ എന്ന് പറയുന്നത് ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ്. ഇതൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിംഗ് ആണ്. 1970 ഹുഡ്കോ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഹുഡ്കോ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1970 പിന്നെ ഹുഡ്കോയുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷകൾക്കൊക്കെ കണ്ടിട്ടുണ്ട്. ഹുഡ്കോയുടെ സോഴ്സ് ഓഫ് ഫിനാൻസ് എന്താന്നുള്ളത് LIC ആണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഫൈനാൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഹുഡ്കോ എന്ന് പറയുന്നത്. 1970 എസ്റ്റാബ്ലിഷ് ചെയ്തത്. 70 ഏപ്രിൽ 25 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഹുഡ്കോയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫൈനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് LIC ആണ്. പിന്നെ കേരളത്തിൽ ഹൗസ് ഫെഡ് ഉണ്ട്. എറണാകുളം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഹൗസ് ഫെഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഹൗസിംഗ് സൊസൈറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the organization that support dairy cooperatives in the diversification of product portfolio for commercial production by providing value added product and process technology. അതായത് ഡയറി കോപ്പറേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡയറി കോപ്പറേറ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനം ഏതാണെന്നാണ്? അതെന്താണ്? NDDB ആണ്. ഇതിലുള്ളതിൽ ആപ്കോസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആപ്കോസ് ഒരു പ്രൈമറി ലെവൽ സൊസൈറ്റി ആണ്. പിന്നെ NDDB ആയിട്ട് പറയുമ്പോൾ NDDB എസ്റ്റാബ്ലിഷ് ചെയ്തത് 16 ജൂലൈ 1965 NDDB ആക്ട് വന്നത് 1987 അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല എക്സാമിനും കണ്ടിട്ടുണ്ട്. NDDB എസ്റ്റാബ്ലിഷ് ചെയ്തത് 1965 ജൂലൈ 16 NDDB ആക്ട് വന്നിട്ടുള്ളത് 1987. ഇനി ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഗുജറാത്തിലെ ആനന്ദിലാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മിൽക്ക് ക്യാപിറ്റൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഗുജറാത്തിലെ ആനന്ദിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള NDDBയുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് ഫൈനാൻഷ്യലും ടെക്നിക്കലും മാനേജീരിയലുമായിട്ടുള്ള സപ്പോർട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഡയറി കോപ്പറേറ്റീവ്സിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഡയറി കോപ്പറേറ്റീവ്സിന് മാനേജീരിയലായിട്ടും ഫൈനാൻഷ്യലായിട്ടും അതുപോലെ തന്നെ എന്താണ് ടെക്നിക്കലായിട്ടുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് NDDBയുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. NDDB എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 16 ജൂലൈ 1965 NDDB ആക്ട് വന്നിട്ടുള്ളത് 1987. നെക്സ്റ്റ്, ദ സ്കീം പ്രൊട്ടക്ട് കവറിംഗ് ലോൺ ലയബിലിറ്റീസ് ഇഫ് എ ബോറോവർ ഡൈസ് ഡ്യൂറിങ് ദ ലോൺ പീരീഡ്. അതായത് ബോറോവർ
ലോൺ പീരീഡിൽ ഇടയ്ക്ക് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് അവരുടെ മറ്റ് ലീഗൽ ഹെയർസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ സ്കീം ഏതാണെന്നാണ് റിസ്ക് ഫണ്ടാണ്. 70 ഇയേഴ്സ് വരെ റിസ്ക് ഫണ്ടിന് നമുക്ക് എലിജിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ റിസ്ക് ഫണ്ടിൽ ആണ് ഈ ഒരു ബോറോവർ, ഒരാൾ ലോൺ എടുത്ത പീരീഡിൽ അല്ലെങ്കിൽ ലോണിൻ്റെ കാലാവധി കഴിയുന്നതിന് മുൻപ് അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്ന സ്കീമാണ് റിസ്ക് ഫണ്ട് സ്കീം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ആൻ ഇൻഡിപെൻഡൻറ്റ് ഗ്രിവൻസ് റിഡ്രസൽ അതോറിറ്റി ഫോർ മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിനുള്ള ഇൻഡിപെൻഡൻറ്റ് ഗ്രിവൻ റിഡ്രസൽ അതോറിറ്റി, ഗ്രിവൻ റിഡ്രസൽ പരാതി പരിഹാര അതോറിറ്റി ഏതാണെന്നാണ് നമുക്കറിയാം, ഓംബുഡ്സ്മാൻ ആണ്. ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം 2021 ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ഇൻ അഡീഷൻ ടു സ്റ്റാറ്റ്യൂട്ടറി ഫങ്ഷൻസ് ദ രജിസ്ട്രാർ ഈസ് റെസ്പോൺസിബിൾ ഫോർ. അതായത് സ്റ്റാറ്റ്യൂട്ടറി ഫങ്ഷൻ അല്ലാതെ രജിസ്ട്രാർ മറ്റെന്തൊക്കെ കാര്യങ്ങൾക്കാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. സ്റ്റാറ്റ്യൂട്ടറി ഫങ്ഷൻസ് കൂടാതെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസിനും കൂടി രജിസ്ട്രാർ എന്താണ്, റെസ്പോൺസിബിൾ ആണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ആഫ്റ്റർ ദ ബൈഫർക്കേഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓഡിറ്റ്, ഹൂ ഈസ് ദ കൺസേൺ ഒഫീഷ്യൽ ഫോർ അഡ്മിനിസ്ട്രേഷൻ അറ്റ് താലൂക്ക് ലെവൽ. അതായത് ഓഡിറ്റും അതുപോലെ അഡ്മിനിസ്ട്രേഷനും തമ്മിൽ രണ്ടായിട്ട് എന്താണ് മാറ്റി, ആ ഒരു സമയത്ത് താലൂക്ക് ലെവലിൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എന്താണ് കൺസേൺ ആയിട്ടുള്ള ഒഫീഷ്യൽ ആരാന്നാണ്. ആഫ്റ്റർ ദ ബൈഫർഗേഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓഡിറ്റ്, ഹു ഈസ് ദ കൺസേൺഡ് ഒഫീഷ്യൽ ഫോർ അഡ്മിനിസ്ട്രേഷൻ അറ്റ് താലൂക്ക് ലെവൽ. അത് വരുന്നത് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആണ്. അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആണ് ഒരു താലൂക്കിലെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ആണ് NCDC ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ. NCDC ആക്ട് പാസ്സാക്കിയത് ഏത് വർഷമെന്നാണ്? NCDC ആക്ട് പാസ്സാക്കിയത് 1962 NCDC എന്ന് പറയുന്നത് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ്. ഡാഷ് ഈസ് നോട്ട് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊക്കെ ചോദിച്ചു പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അത് NCDC ആണ്. NCDC എന്ന് പറഞ്ഞാൽ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ്. NCDC ആക്ട് പാസ്സാക്കിയത് 1962 അസിസ്റ്റിംഗ് കോപ്പറേറ്റീവ്സ് ആൾവേസ് എന്നുള്ളതാണ് NCDCയുടെ മോട്ടോ എന്ന് പറയുന്നത്. NCDC ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ICDP പ്രോഗ്രാമുകളെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. നെക്സ്റ്റ്, ന്യൂട്രിക്കോ ഈസ് എ ബ്രാൻഡ് നെയിം ഓഫ് വെർജിൻ കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ. ന്യൂട്രിക്കോ ഏത് ഓർഗനൈസേഷൻ്റെ വെർജിൻ കോക്കനട്ട് ഓയിലാണെന്നാണ്? റബ്കോ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിലിൻ്റെ ബ്രാൻഡ് നെയിമാണ് ഈ ന്യൂട്രിക്കോ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്രിക്കോ ഈസ് റിലേറ്റഡ് ടു റബ്കോ. നെക്സ്റ്റ്, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ഈസ് എ റെക്കമെൻഡേഷൻ ഓഫ്. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ആരുടെ റെക്കമെൻഡേഷൻ ആണെന്നാണ്? നമ്മൾ കമ്മിറ്റീസും കമ്മീഷനും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ എന്ന് പറയുന്നത് റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ്. റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ. നെക്സ്റ്റ്, ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ഈസ് റിലേറ്റഡ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് കോർപ്പറേഷൻ. അതായത് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് എന്നുള്ളത് ഏത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുമായിട്ട് റിലേറ്റ് ചെയ്തതെന്നാണ്? കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, സഹകരണ സ്ഥാപനങ്ങൾ തമ്മിൽ ഒരു സഹകരണം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ക്രെഡിറ്റ് സൊസൈറ്റി മാർക്കറ്റിംഗ് സൊസൈറ്റിയുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ആ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആണ്. നെക്സ്റ്റ്, കേപ്പ് രജിസ്റ്റർ ചെയ്തത് ഏത് ആക്ട് പ്രകാരമാണ്? ഇതൊക്കെ ഒരുപാട് തവണ നമ്മുടെ CSEBക്ക് ചോദിച്ചതാണ്. കേപ്പ് രജിസ്റ്റർ ചെയ്തത് ലിറ്റററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരമാണ്. കേപ്പ് രജിസ്റ്റർ ചെയ്തത് ലിറ്റററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരമാണ്. നെക്സ്റ്റ്, NCCF എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് ഇയറിലാണെന്നാണ്? 1965 NCCF എസ്റ്റാബ്ലിഷ് ചെയ്തത്. NCCF ഒക്കെ ഒരുപാട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ NCCF എസ്റ്റാബ്ലിഷ് ചെയ്തത് 1965. ഇനി ഭാരത് ജൈവ ഈസ് റിലേറ്റഡ് ടു. ഭാരത് ജൈവ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണെന്നാണ്? റബ്ബർ മാർക്ക്, ഇഫ്കോ, റബ്കോ, മാർക്കറ്റ് ഫെഡ്. ഭാരത് ജൈവ എന്ന് പറയുന്നത് റബ്ബർ മാർക്കിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണ് ഭാരത് ജൈവ എന്നുള്ളത്. ഇനി കിഗ്മ എന്ന് പറയുന്നത് ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്.
ഈ കിഗ്മ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്നാണ്. നെയ്യാർ ഡാമിലാണ് കിഗ്മ സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കിഗ്മ എന്ന് പറയുന്നത് ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് നെയ്യാർ ഡാമിലാണ്. അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടത്. തീർച്ചയായിട്ടും നമ്മളുടെ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ പരീക്ഷകൾ, 2 പരീക്ഷകൾ, നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പരീക്ഷകൾ നമുക്ക് നടക്കാനുണ്ട്. ഒരു പരീക്ഷ നമുക്ക് ഓൾറെഡി ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. മറ്റൊരു നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പരീക്ഷയുടെ ഡേറ്റ് വരാനുമുണ്ട്. അപ്പോൾ നമുക്ക് സമയമുണ്ട്. അപ്പോൾ ഈ സമയം നമ്മൾ എന്താണ് വെറുതെ പാഴാക്കി കളയരുത്. നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ പരീക്ഷയ്ക്ക് 3 മാസം കൊണ്ട് നമുക്ക് എന്താണ് ഒരു ജോലി നേടാമെന്നുള്ള രീതിയിൽ ഒരു തീവ്രമായിട്ടുള്ള ഒരു പഠന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ടൈം ടേബിളൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളുടെ CSEB പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോട്ട് നമ്പർ ആയിട്ടുള്ള 8921440580 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇതിൽ പറഞ്ഞ പോലെ തന്നെ 3 മാസം കൊണ്ട് നമുക്ക് എന്താണ് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ ഈ പരീക്ഷ എഴുതി പ്ലേസ്ഡ് ആവാം. തീർച്ചയായിട്ടും നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ റിസൾട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ റിസൾട്ടൊക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജി അനുസരിച്ച് നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ട ജോലിയായിട്ടുള്ള സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷ വിജയിക്കാം. അപ്പോൾ നമ്മളുടെ CCയിലെ പുതിയ ബാച്ചിന് ആരംഭിക്കുകയാണ്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒരിക്കൽ കൂടി ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മളുടെ ആപ്പ് പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ എന്ന് പറയുന്ന സ്വപ്ന ജോലി നമുക്ക് CCയോടൊപ്പം ക്രാക്ക് ചെയ്യാം. താങ്ക്